നമസ്കാരം. നമസ്തേ പ്രശാന്ത്. നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ദിവസം ഡൽഹി ഞെട്ടി അല്ലേ? ഓപ്പറേഷൻ രാജ്യം മുഴുവനും ഞെട്ടി. ആദ്യം ഞെട്ടി ഡൽഹിയാണ്. ഓപ്പറേഷൻ താമര. അതെ, ഒരു പ്രധാന വാർത്താ സമ്മേളനം. ഓപ്പറേഷൻ താമര ഡൽഹിയിലും പഞ്ചാബിലും ഓപ്പറേഷൻ താമര ലക്ഷ്യമിട്ടിരിക്കുന്നത് പഞ്ചാബ് ആണെങ്കിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായത് ഡൽഹിയിലാണ്. ഒരു വാർത്താ സമ്മേളനം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മാധ്യമപ്രവർത്തകർ ഞെട്ടി. രാഘവ് ചദ്ദയും അശോക് കുമാർ മിത്തലിനെയും കണ്ടിട്ട് സ്വാതി മലിവാൾ അടക്കം ഈ രണ്ടുപേരും, അതായത് രാഘവ് ചദ്ദയും അശോക് കുമാർ മിത്തലും കഴിഞ്ഞ ദിവസം വരെ BJPയും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും മറ്റേ കോൺഗ്രസും ഒക്കെ കണ്ടിരുന്നത് ബദ്ധ വൈരികളായ രണ്ട് MP മാരെന്നാണ്. അതായത് രാഘവ് ചദ്ദയെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളുടെ പേരിൽ, അതിന് AAP പറയുന്നത് സോഫ്റ്റ് BJP മൃദു ഹിന്ദുത്വം. അങ്ങനെ വന്നപ്പോൾ രാഘവ് ചദ്ദയെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ലീഡർ മാറ്റിയിട്ട് അശോക് കുമാർ മിത്തലിനെ വെച്ചു. പക്ഷേ അടപടലം തൂത്തുവാരി 7 പേരാണ്. ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ തകർന്നില്ല, ഇവര് തകർന്നു. പക്ഷെ AAP തകർന്നു, ചീട്ടുകൊട്ടാരം തകർന്നു. 3 പേരുണ്ട് ഇനി ബാക്കി. ഈ സ്വാതി അടക്കം. സ്വാതിയായിരുന്നല്ലോ തുടക്കമിട്ടത്. സ്വാതിയാണ് അതിൽ ആദ്യം ഒരു ആം ആദ്മി പാർട്ടിയിലെ മൊത്തത്തിലുള്ള കെജ്രിവാളിന്റെ ഒരു ഏകാധിപത്യത്തെ, കെജ്രിവാളിന് ശേഷം ആര് എന്നതിന് അദ്ദേഹത്തിന്റെ ഭാര്യ കവിത എന്നൊരു ഉത്തരം കൂടി കൊടുത്തു. കെജ്രിവാൾ തൻ്റെ ഭാര്യയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കം കൂടി നടത്തിയപ്പോഴത്തേക്കാണ് ഈ സ്വാതിക്ക് അതിൻ്റെ അപകടം മനസ്സിലായത്. പക്ഷേ രാഘവ് ചദ്ദ അപ്പോഴേക്കും വളരെ നിശബ്ദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനത്തിന് വേണ്ടിയുള്ള സേവനം, അതാണ് പറഞ്ഞത്. ആം ആദ്മി പാർട്ടി സ്വന്തം സേവനം നടത്തിക്കൊണ്ടിരിക്കുക, സ്വന്തം കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ താൻ ജനസേവകനായി മാറാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തിന് 28 ദിവസം മാത്രമേ റീചാർജ് ചെയ്യുന്നു, ബാക്കി 2 ദിവസത്തെ ചാർജ് ജനത്തിന് നഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് പാർലമെന്റിൽ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ ബില്ലൊക്കെ കൊണ്ടുവന്നതാണ് ചദ്ദ. അങ്ങനെ ഇവിടെ പറയുന്ന നമ്മുടെ രാഷ്ട്രീയം, രാഘവ് ചദ്ദയും അശോക് കുമാർ മിത്തലും അടക്കം 7 ആം ആദ്മിയുടെ പുലികൾ MP മാർ BJPയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവരുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവർക്ക് BJP അംഗത്വം കൊടുത്തു. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അരവിന്ദ് കെജ്രിവാളിന് 7 MP മാരെ രാജ്യസഭയിൽ നഷ്ടമായി എന്നുള്ളത് മാത്രമല്ല, പഞ്ചാബിലെ ഭരണവും നഷ്ടപ്പെടുമോ എന്നുള്ള, അതാണ് കെജ്രിവാളിന്റെ ഒരു പരാമർശം. കെജ്രിവാൾ വട്ടുപിടിച്ചിരിക്കുന്നു, പഞ്ചാബിനെ അപമാനിച്ചു. കാരണം ഇവര് പഞ്ചാബിൽ നിന്ന് മാത്രമല്ല MP മാരായത്, ഡൽഹിയിൽ നിന്നും രാജ്യസഭ MP മാരും ഉണ്ട് അവർക്ക്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചാബിൽ BJPക്ക് ഇത്രയും വർഷങ്ങളായിട്ടും കാര്യമായ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പഞ്ചാബിലാകെ 117 സീറ്റുകളാണുള്ളത്. ഈ പഴയ പഞ്ചാബിനെ വെട്ടിമുറിച്ചാണ് ഹരിയാന ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഈ ബാക്കി വന്നത് 117 സീറ്റുകളുള്ള പഞ്ചാബ് സംസ്ഥാനമാണ്. പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ 117-ൽ 94 സീറ്റുകൾ നേടിയാണ്, മൃഗീയ ഭൂരിപക്ഷത്തിനാണ് സത്യത്തിൽ ഈ 3-2 ഭൂരിപക്ഷം എന്ന് തന്നെ പറയാം, പുത്തൻകൂറ്റുകാരായ ആം ആദ്മി പാർട്ടി അവിടെ ഭരിക്കാൻ വന്നത്. പഞ്ചാബ് ജനത ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റം എന്നൊക്കെ അതിനെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിശേഷിപ്പിച്ചിരുന്നു. ശരിയാണ്, പഞ്ചാബിൽ ശിരോമണി അകാലിദൾ ആണ് ഒരു കാലത്ത് BJP പിന്തുണയോടെ ഭരിച്ചിരുന്നത്. BJPക്ക് അവിടെ വലിയ വേരോട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സിഖ് രാഷ്ട്രീയ പാർട്ടി, അങ്ങനെ തന്നെ പറയാം, ഇപ്പൊ ഹിന്ദുത്വ പാർട്ടി, മുസ്ലിം പാർട്ടി എന്നൊക്കെ പറയുന്ന പോലെ, മജ്ലിസ് പാർട്ടി എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ശിരോമണി അകാലിദൾ. അവര് ഈ പഞ്ചാബിൽ മാത്രമേ ഉള്ളൂ. അവർ ശരിക്കും സിഖുകാരെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആദർശം പേറുന്ന നയം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് കാര്യമായ വളർച്ചയ്ക്കുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു. കാരണം എന്നും ഈ ശിരോമണി അകാലിദളിൻ്റെ ഒരു നെടല് പോലെയാണ് അവിടെ BJP നിന്നിരുന്നത്. നമുക്കറിയാം, വാജ്പേയിയുടെ ഒക്കെ കാലത്ത് ഈ ശിരോമണി അകാലിദൾ കേന്ദ്രമന്ത്രിസഭയിലും അംഗമായിരുന്നു, അവർക്ക് മന്ത്രി ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ BJP ബന്ധം ഊഷ്മളമായിട്ട് പോയി. BJP 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നപ്പോഴും ശിരോമണി അകാലിദൾ BJPക്ക് ഒപ്പമായിരുന്നു. പിന്നീട് അവിടുത്തെ ഭരണം നഷ്ടമായി. കോൺഗ്രസ് അവിടെ, ക്യാപ്റ്റൻ അമരീന്ദറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അവിടെ ഭരിക്കാൻ വന്നു. ആ കഥയൊക്കെ നമുക്കറിയാം. പിന്നീട് അമരീന്ദറും പിന്നെ BJPയിൽ നിന്ന് അങ്ങോട്ട് പോയ സിദ്ധുവും തമ്മിൽ വലിയ കലഹമായി, വലിയ വിഷയങ്ങളായി. അമരീന്ദർ അവസാനം
BJP ചിരവൈരിയായ അമരീന്ദർ ഒടുവിൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJP ചേക്കേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് സിദ്ധുവിൻ്റെ ഭാര്യ കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് വോട്ട് വിൽക്കുന്ന പാർട്ടിയാണ്, ആരാണോ ഫണ്ട് കൂടുതൽ കൊടുക്കുന്നത് അവർക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരികയും അത് വലിയ കോളിളക്കം ഉണ്ടാക്കുകയും അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അവരും പുറത്തുപോയി അവരും BJP സഹകരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് അവിടെ 2022 തെരഞ്ഞെടുപ്പ് വന്നതും ആം ആദ്മി പാർട്ടി ഒരു പുതിയ ചില മുദ്രാവാക്യങ്ങളുമായിട്ട് പഞ്ചാബിലേക്ക് കടന്നു വന്നു. പഞ്ചാബ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും ശുദ്ധജലം ലഭിക്കുന്ന ഒരു സ്ഥലം പഞ്ചാബാണ്. 5 നദികളാണ് അവിടെ കൂടെ ഒഴുകുന്നത്. നമുക്കറിയാം, ബക്രാനങ്കലിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പഞ്ചാബിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചെറുപ്പക്കാർ മാരകമായ ലഹരിക്ക് അടിമയാണ്. സിന്തറ്റിക് ഡ്രഗ്സ് അവിടെ ഉപയോഗിക്കുന്നു. അതിൻ്റെ വിപണനം വ്യാപകമാണ്. ഒരു പക്ഷേ ഇന്ന് കേരളത്തെക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ലഹരി വിറ്റഴിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം പഞ്ചാബ് ആകാനാണ് സാധ്യത. ഏറ്റവും കൂടുതൽ മാഫിയ സംഘങ്ങളുള്ളത് അവിടെ. ഈ മാഫിയ ആക്രമണത്തിൽ നിരവധി RSSന്റെ കാര്യകർത്താക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ യാതൊരു മനസാക്ഷി കുത്തും ഇല്ലാതിരുന്ന ഒരു വിഭാഗം, ഒരു റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു ചെറിയ വിഭാഗം അവിടെ ഉണ്ട്. ഖാലിസ്ഥാൻ വാദം ഉന്നയിക്കുന്ന രാജ്യത്തുനിന്ന് ഞങ്ങൾ വിഘടിച്ചു പോയി, നമുക്ക് പ്രത്യേക രാഷ്ട്രം വേണം എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് പഞ്ചാബ് നിരന്തരം തലവേദനയായിരുന്നു കേന്ദ്ര സർക്കാർ. ഈ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നമുക്കറിയാം KPS ഗിൽ ആണ് അതിനെ അടിച്ചൊതുക്കിയത്. ഒരു പഞ്ചാബി തന്നെ അതിന് തുനിഞ്ഞിറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു സിഖുകാരൻ തന്നെ അതിന്, സിഖിൽ തന്നെ വിവിധ ജാതികളുണ്ട്. ഖേത്രി സിഖുണ്ട്, ജാട്ട് സിഖുണ്ട്, അങ്ങനെ പല സിഖുകാരുണ്ട്. അതിൽ ഈ ഖേത്രി സിഖൊക്കെ കുറച്ച് എലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ജാട്ട് സിഖ് അങ്ങനെയല്ല. ഇവരെല്ലാം നല്ല ഒന്നാം തരം കർഷകരാണ്. ഈ കാർഷിക സമരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ മണ്ടികളെ നിയന്ത്രിക്കുന്നത്, ഈ ഇടനിലക്കാരെ നിയന്ത്രിക്കുന്നത് സിഖ് സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവരെന്ന് പറഞ്ഞ വമ്പൻ പണക്കാരാണ്. നമ്മൾ കരുതുന്ന പോലെ ഒരു മൾട്ടിനാഷണൽ ഒന്നും അല്ലെങ്കിലും വലിയ രീതിയിൽ അവർ ഈ ഇടനില നിന്ന് ജന്മിത്വത്തിന്റെ മറ്റൊരു രൂപമാണ്. ഈ കർഷകർ വളരെ പാടുപെട്ട് മണ്ണിൽ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് എടുക്കുന്ന വിളവുകൾ, അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഭവങ്ങൾ, അതിനെ ചുളുവിലയ്ക്ക് വാങ്ങുകയും വൻ വിലയ്ക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന ഒരു മണ്ടി സമ്പ്രദായം അവിടെ ഉണ്ട്. ആ മണ്ടി സമ്പ്രദായത്തിനെതിരെയാണ് കേന്ദ്ര സർക്കാർ വാസ്തവത്തിൽ ഇത് കൊണ്ടുവന്നത്. കാർഷിക ബില്ല് പ്രധാനപ്പെട്ട ഒരു ഭേദഗതി അതിനകത്തുണ്ടായിരുന്നത്. പക്ഷെ അത് കേന്ദ്ര സർക്കാരിന് തന്നെ പിൻവലിക്കേണ്ടി വന്നു. അത് കർഷക പ്രക്ഷോഭമൊന്നും കേന്ദ്ര സർക്കാരിനെ പിടിച്ചു കുലുക്കാൻ പറ്റിയ ഒരു പ്രക്ഷോഭമൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ അതിക്രമത്തിലേക്ക് മാറുകയും വലിയ അക്രമത്തിലേക്ക് അതിന്റെ പോകും. പുറകിൽ ഖാലിസ്ഥാനികളാണ്, പ്രത്യേകിച്ച് കാനഡ കേന്ദ്രീകരിച്ച്, അമേരിക്ക, അതുപോലെ ബ്രിട്ടൻ ഒക്കെ കേന്ദ്രീകരിച്ച് ഈ വലിയ കച്ചവടം ചെയ്യുന്ന സിഖുകാരുണ്ട്. നമുക്കറിയാം, പന്നൂൻ്റെയൊക്കെ കഥ നമുക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടാക്കിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പന്നൂന്റെ വധത്തിലാണല്ലോ ഇന്ത്യ പഴിചേരുന്നതും അവിടെ ഖാലിസ്ഥാൻ തീവ്രവാദത്തിന് വെള്ളവും വളവും കൊടുക്കുന്ന പല ആൾക്കാരും കാനഡയിൽ ഈ പറഞ്ഞതുപോലെ അജ്ഞാതന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യയാണ് അതിന്റെ പുറകിൽ എന്നൊക്കെയുള്ള ആക്ഷേപവും ആരോപണവും കാനഡ ഉൾപ്പെടെ ഉന്നയിക്കുകയും അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിവാദമാവുകയൊക്കെ ചെയ്തതാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഇതാണ് രാഷ്ട്രീയ സാഹചര്യം. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി അവിടെ കടന്നു വന്നത്. അഴിമതിരഹിത പഞ്ചാബിൽ അഴിമതി ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് അവിടെ ഒന്ന് ഒരു കാര്യം ആഡ് ചെയ്യേണ്ടി വരും. ഇതേ പറഞ്ഞ ഈ ഖലിസ്ഥാൻവാദികളുടെ പൂർണ്ണ പിന്തുണയും ആം ആദ്മി പാർട്ടിക്ക് രഹസ്യമായിട്ട് ഉണ്ടായിരുന്നു. അതിന് കാരണം ഖലിസ്ഥാൻവാദം പിന്നെ പഞ്ചാബിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ ഭരണകാലത്ത് ഇതുവരെ തലപൊക്കിയിട്ടില്ല. സർക്കാരിന് ഖലിസ്ഥാൻ വാദം ഒരു തലവേദനയായി മാറിയിട്ടില്ല. കാരണം
അവരുമായിട്ടുള്ള രഹസ്യ അല്ല, അരവിന്ദ് കെജ്രിവാൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് കൃത്യമായൊരു ബദൽ. കോൺഗ്രസ് ഖാലിസ്ഥാൻ വാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയം സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന് ബദലായിട്ട് ആം ആദ്മി പാർട്ടി അവിടെ ഉയർന്നു വന്നപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഖാലിസ്ഥാനികളുടെ ശക്തമായ പിന്തുണയും ഫണ്ടിങ്ങും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ആം ആദ്മി പാർട്ടിയെ അവിടെ കരുത്തുറ്റതാക്കി. ഡൽഹിയിലൊക്കെ ഫണ്ടിങ് കൃത്യമായിട്ടുണ്ട്. പക്ഷെ പഞ്ചാബിൽ അവർക്ക് ഇത്രയും കരുത്തുണ്ടാക്കി കൊടുത്തത് ഈ ഖാലിസ്ഥാൻ പിന്തുണയാണ്. അങ്ങനെ ആ ഒരു പിന്തുണയിൽ അവർ ജയിച്ചു വന്നു. അവർ ഇതുപോലെ കുറച്ച് മണ്ഡലങ്ങളിലാണെങ്കിൽ കൂടി ഖാലിസ്ഥാനികളുടെ പിന്തുണ അവർക്ക് സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവെ പഞ്ചാബികൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അഴിമതി അവർ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ മാറ്റി. പിന്നെ കോൺഗ്രസിനകത്തുള്ള തമ്മിലടി, ഈ അമരീന്ദറും സിന്ധുവും രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു ഭീകരമായ തമ്മിലടി. ആ തമ്മിലടി ഒക്കെ കണ്ട് മനം മടുത്ത് ഈ കേരളത്തിലെ തമ്മിലടി കൊണ്ട് മനം മടുത്താണല്ലോ കേരളത്തിലെ ജനങ്ങൾ UDF മാറ്റി LDF വോട്ട് ചെയ്യുന്നത്. തിരിച്ച് 5 വർഷം കഴിയുമ്പോൾ വീണ്ടും UDF പോകും. അത് ഈ ഹർപ്രീത് കൗർ പറഞ്ഞാണല്ലോ 2022 എനിക്ക് പെട്ടിയില്ല, പെട്ടിയുമായി ചെല്ലുന്നവരെ മുഖ്യമന്ത്രിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്ന വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിലാണ് ആ കോൺഗ്രസിന്റെ അടുത്ത ഭരണം തുടരുക എന്നുള്ളൊരു ആ ഒരു പ്രതീക്ഷ ഇല്ലാതായത് ആ ഒരു വിവാദത്തിലായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇലക്ഷനെ നേരിട്ടു. നമ്മൾ പലതും കണ്ടതാണ്. പ്രധാനമന്ത്രി അവിടെ ഇലക്ഷൻ പ്രചാരണത്തിന് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തെ തടഞ്ഞ സംഭവം പോലും പഞ്ചാബിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല. പക്ഷെ അങ്ങനെയെല്ലാം മുന്നോട്ട് പോയ പഞ്ചാബിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. കാറ്റ് മാറി വീശിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ രാഘവ് ചദ്ദ ഉൾപ്പെടെ 7 പേർ, 10 MP-മാരിൽ 7 പേർ ആം ആദ്മി പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് BJP-യോടൊപ്പം ചേരുകയും BJP-യുടെ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. 3-ൽ 2 MP-മാർ മാറിയത് കൊണ്ട് തന്നെ ഇവർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമം നിൽക്കില്ല, പ്രാവർത്തികമല്ല. പിന്നെ ആകെ ചെയ്യാവുന്നത് ചതിയന്മാർ, വഞ്ചകന്മാർ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ക്യാമ്പയിൻ നടത്താം. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ശരിയാണ്, ഇവർക്ക് അവസരം കൊടുത്ത പാർട്ടിയെ ഉപേക്ഷിച്ചിട്ടാണ് അവർ എതിരാളികൾക്കൊപ്പം, ഈ പാർട്ടിയുടെ എതിരാളികൾക്കൊപ്പം ചേർന്നിരിക്കുന്നത്. അതിൻ്റേതായ ന്യായീകരണങ്ങൾ അവർക്കും പറയാനുണ്ടാകും. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നത് അതല്ല. അവിടെ വളരെ സമർത്ഥമായിട്ട് പഞ്ചാബിൽ 60 MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് രാഘവ് ചദ്ദ ഇപ്പോൾ പറയുന്നത്. അതൊരു വലിയ സത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സമനില തെറ്റിച്ചത് അതാണ്. ഈ 7 പേര് പോയതല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. ഈ 7 MP-മാരെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണെങ്കിലും അതിൻ്റെ പിന്നാലെ ഒരു വലിയ ആറ്റം ബോംബ് വരുന്നുണ്ട്. അത് പഞ്ചാബിൻ്റെ ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യമാണ്. അരവിന്ദ് കെജ്രിവാൾ ആകെ ഭ്രാന്ത് പിടിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം സമനില തെറ്റി പലതും ഇങ്ങനെ വിളിച്ചു പോകുന്നത്. ഇവിടെ ഞാൻ ഏറ്റവും ഒടുവിൽ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 60 MLA-മാർ രാഘവ് ചദ്ദയോടൊപ്പം ഉണ്ട്. അവർ പഞ്ചാബിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ബംഗാളിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിലായിപ്പോയി. ഈ രാഘവ് ചദ്ദ BJP-യിൽ ചേരും എന്ന് ഞാൻ മുമ്പും പറഞ്ഞതാണ്. പല ചർച്ചകളിലും ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 6 മാസത്തിലധികമായിട്ട് അദ്ദേഹം മൗനത്തിലാണ്. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെയോ മനീഷ് സിസോദിയെയോ പിന്തുണയ്ക്കുന്നില്ല. അവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അത് ന്യായീകരിക്കാൻ രംഗത്ത് വന്നില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ രാഘവ് ചദ്ദ കെജ്രിവാളിൻ്റെ കണ്ണിലെ കരടായി മാറി. കെജ്രിവാളിന് അപകടം മനസ്സിലായി. രാഘവ് ചദ്ദ തനിക്ക് മുകളിലേക്ക് വളർന്നിരിക്കുന്നു എന്ന സത്യം കെജ്രിവാളിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത്. എന്നിട്ട് പകരം അശോക് മിത്തലിനെ കൊണ്ടുവന്നു. പക്ഷേ അവിടെയും ഈ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിന് അടവുകൾ പിഴച്ചു. അശോക് മിത്തലും രാഘവ് ചദ്ദയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നത് തിരിച്ചറിയാൻ അരവിന്ദ് കെജ്രിവാളിനോ മനീഷ് സിസോദിയയ്ക്കോ ആം ആദ്മിയിലെ മറ്റ് നേതാക്കൾക്കോ കഴിഞ്ഞില്ല. അവർ മുന്നിലൊരു സ്വാതി മാലിവാളിനെ കണ്ടുള്ളൂ.
അതിനപ്പുറത്തേക്ക് രാഘവ് ചദ്ദയ്ക്കൊപ്പം ആരെങ്കിലും പോകും എന്നവർ കണക്ക് കൂട്ടിയില്ല. പക്ഷേ ആ കണക്ക് ഇപ്പുറത്ത് വളരെ കൃത്യമായി കണക്ക് കൂട്ടലുകൾ നടന്നു. രാഘവ് ചദ്ദ അതീവ രഹസ്യമായി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയെ അദ്ദേഹം പിടിച്ചെടുക്കുന്നതിന് പകരം ആ പാർട്ടിയെ പിളർത്തി ഇനി അങ്ങനൊരു പാർട്ടി ഇന്ത്യയിൽ വേണ്ട എന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടെത്തിച്ചു. നമുക്കറിയാം, ഡൽഹിയിൽ ഭരണമാറ്റമുണ്ടായി, BJP അവിടെ ജയിച്ചു. കോൺഗ്രസ് പിന്തുണയോടെയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഡൽഹി തെരഞ്ഞെടുപ്പ്. അവിടെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് തിരിച്ചു പിടിച്ചതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ എന്ന പ്രതിഭാസം വീണുടഞ്ഞു. അതാണ് സത്യം. കെട്ടിപ്പൊക്കിയ ഒരു ബിംബം, ആ ബിംബം പരിപൂർണമായിട്ടും നിലത്ത് വീണ് തകർന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. അത് തന്നെയാണ് പഞ്ചാബിലും. നോക്കൂ, പഞ്ചാബിലും ആം ആദ്മി പാർട്ടി ചെയ്തത് എന്താണ്? കോൺഗ്രസിന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വളരാനാണ് ശ്രമിച്ചത്, വളരുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് രാഘവ് ചദ്ദ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിനൊപ്പം ഭൂരിപക്ഷ MLA-മാരും MP-മാരും ഉണ്ടെങ്കിൽ അവർക്ക് കൂട്ടായി തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ബാധകമല്ല. കൂറുമാറ്റത്തിനൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട്, കാരണം 3-2 MLA-മാരാണ് മാറുന്നത്. അങ്ങനെ മാറി 60 MLA-മാർ വരുമ്പോൾ ഇപ്പുറത്ത് BJPക്ക് 2 MLA-മാരുണ്ട്. അവിടെ ശിരോമണി അകാലിദളിന് 3 MLA-മാരുണ്ട്, ഒരു സ്വതന്ത്രനുണ്ട്, BSPക്ക് ഒരു MLA ഉണ്ട്, കോൺഗ്രസിന് 16 പേരുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ് BJPയോട് സഹകരിക്കില്ല. പക്ഷേ ഈ BSPയും സ്വതന്ത്രനും ശിരോമണി അകാലിദളും സഹകരിക്കാം. അപ്പോൾ അത് തന്നെ 7 MLA-മാരായി. ആ 7 പേരും BJPയുടെ പാളയത്തിൽ 7 MLA-മാരുണ്ട്. ആ 7 പേരും വരുന്ന 60 കൂടെ ചേർന്നാൽ 67ആയി. സുഖമായിട്ട് ഭരിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പുറത്ത് ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ ചേർന്നാൽ പോലും ബാക്കി വരുന്ന 34 MLA-മാരും കോൺഗ്രസിന്റെ 16 പേരും കൂടെ ചേർന്നാൽ തന്നെ 50 പേരെ ആകുന്നുള്ളൂ. 117 സീറ്റാണ് ആകെ ഉള്ളത്. 58-59 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാം. കാരണം 2027 ഒരു ഇലക്ഷൻ, 2020 ഒരു വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുവരെ കാത്തിരിക്കാൻ രാഘവ് ചദ്ദയും കൂട്ടരും തയ്യാറല്ല എന്ന സൂചനകളാണ് പഞ്ചാബിൽ നിന്ന് ലഭിക്കുന്നത്. ഒരുപക്ഷെ നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത്, ഇത് നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് പഞ്ചാബിൽ ഒരുപക്ഷെ ആം ആദ്മി സർക്കാർ വീണേക്കാം. നമുക്കതിനെക്കുറിച്ച് ഒരു പ്രവചനം അസാധ്യമാണ്. അവിടെ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ കൊടുത്ത പണി പഞ്ചാബിലും അവർ ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു പിൻബലം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു മൗന പിന്തുണ ഇതിനുണ്ട്, ഈ രാഘവ് ചദ്ദയ്ക്ക് ഉണ്ട് എന്ന് ഈ രാഷ്ട്രീയ അന്തർനാടകങ്ങൾ കൂട്ടി വായിച്ചെടുക്കാൻ വലിയ നമുക്ക് പറയാം. കാരണം പരസ്പരം ശത്രുക്കളായിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്ന് പോരടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അണിയറയ്ക്ക് പിന്നിൽ മറ്റൊരു നാടകം കളിക്കുന്നുണ്ടാവും. അവിടെ കോൺഗ്രസ് തീർച്ചയായിട്ടും, കാരണം ആം ആദ്മി പാർട്ടി തകരാതെ കോൺഗ്രസ്സിന് അവിടെ ഇനി എഴുന്നേൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ കോൺഗ്രസും ഒരു NDA മുന്നണിയും തമ്മിലാണ് മത്സരമെങ്കിൽ കോൺഗ്രസ്സിന് അവിടെ ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഇതേ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ഗുജറാത്തിൽ വലിയ രീതിയിൽ വളരാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയും അവർ ലക്ഷ്യമിടുന്നത് BJP അല്ല, തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് പിടിച്ചെടുക്കുക. കോൺഗ്രസിന് ഇപ്പോഴും BJP ആയിട്ട് ഏതാണ്ട് 1-2% വ്യത്യാസമേ ഉള്ളൂ വോട്ട് ഷെയറിൽ. ഗുജറാത്തിൽ കോൺഗ്രസ് പരിപൂർണമായിട്ടും തകർന്നുപോയി എന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവിടെ കോൺഗ്രസ് ബാക്കിയുണ്ട്. കോൺഗ്രസിന് അവിടെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് ഭരണമുണ്ട്. അങ്ങനെ ഈ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും നവീനവും ശക്തവുമായ പരീക്ഷണശാലയാണ് ഗുജറാത്ത് എന്നൊക്കെ വായിട്ടലയ്ക്കുന്ന കേരളത്തിലെ മാപ്രകൾ കഥയറിയാതെ ആട്ടം കാണുന്നവരാണ്. അവർക്ക് സത്യത്തിൽ ഗുജറാത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഗുജറാത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ബാക്കിയുണ്ട്. കോൺഗ്രസിന് അവിടെ സ്വാധീനമുണ്ട്. കോൺഗ്രസിന് ശക്തമായിട്ട് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. BJP അവിടെ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത് കൊണ്ട്, തുടർച്ചയായിട്ട് BJPയുടെ ഭരണം നടന്നു വരുന്നത് കൊണ്ട്, അതിലൊരു കോംപ്രമൈസും BJP ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ട് BJPക്കെതിരെ ഉണ്ടാകുന്നില്ല. അതാണ് അവിടുത്തെ വിജയം. പിന്നെ BJPക്ക് താഴെത്തട്ടിൽ കൃത്യമായ പ്രവർത്തനമുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ഹിന്ദു സംഘടനകൾ വളരെ ശക്തരാണ്.
പിന്നെ 10% അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത്. മുസ്ലിം പോപ്പുലേഷൻ 10%. ഇന്ന് ആ 10% വരുന്ന മുസ്ലിങ്ങളും ഒരു പരിധി വരെ അതിലും ഒരു നല്ല പങ്ക് BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ചും അതിലെ സമ്പന്നരായ വിഭാഗം BJPയോടൊപ്പമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലിരുന്ന് തൃശൂലം ഗർഭിണി, പിന്നെ ഗർഭസ്ഥ ശിശു തീയിലെറിഞ്ഞു. അവർക്ക് ഗുജറാത്ത് എന്താണെന്നറിയില്ല. അതുപോലെ രാജസ്ഥാനിൽ BJPയും കോൺഗ്രസും ബലാബലമാണ്. പരസ്പരം കൃത്യമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയുന്ന 2 കക്ഷികളാണ്. അതുകൊണ്ടാണ് 5 വർഷം കൂടുമ്പം ഭരണമാറ്റം സംഭവിക്കുന്നത്. അതുപോലെയാണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് ഭരിച്ചത്. ഇക്കുറി BJP തിരിച്ചു പിടിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ UPയും ബീഹാറിലും കോൺഗ്രസ് തകർന്നു പോയി എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ മുഴുവനും കോൺഗ്രസ് തകർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. കോൺഗ്രസിന് ഇപ്പോൾ ഹിമാചൽ ഭരിക്കുന്നതാരാ? കോൺഗ്രസ്സാണ്. അവിടെയും ഈ പറഞ്ഞല്ലോ ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് ബാക്കിയുണ്ട്. കോൺഗ്രസ്സിന് അവിടെയും വേണമെങ്കിൽ നല്ല മത്സരം കാഴ്ചവെച്ചാൽ, ശരിയായ രാഷ്ട്രീയം പ്രയോഗിച്ചാൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ തിരിച്ചു വരാം. അങ്ങനെ BJP ഇങ്ങനെ അങ്ങ് വാഷ് ഔട്ട് ചെയ്ത് കൊണ്ടുപോവുകയൊന്നും ചെയ്തിട്ടില്ല ഹിമാചലിനെയും ഉത്തരാഖണ്ഡിനെയും ഒക്കെ. ഇരിക്കട്ടെ, ഇവിടെ പഞ്ചാബിൽ നമ്മൾ തിരിച്ചു വന്നാൽ പഞ്ചാബിൻ്റെ കാര്യത്തിൽ ഒരു ഭരണമാറ്റത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒന്നാമത്തെ കാര്യം രാജേഷ് ജി ചൂണ്ടിക്കാണിച്ച ഓപ്പറേഷൻ താമര, അത് BJP വളരെ സമർത്ഥമായിട്ട് നടത്തും. അതിനുള്ള എല്ലാ കരുത്തും BJPക്കുണ്ട്. ആളുണ്ട്, അർത്ഥമുണ്ട്, അധികാരമുണ്ട്. ഇനി അമിത്ഷാ ആണ് BJPയുടെ ഈ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ വലിയ ഒരു പങ്ക് അമിത്ഷായ്ക്കുണ്ട്. അവസരം കിട്ടിയാൽ അമിത്ഷാ വിടുമോ? എപ്പോൾ അവരെ പിടിച്ച് ചാക്കിനകത്താക്കി എന്ന് ചോദിച്ചാൽ പോരെ? അവർക്ക് കൃത്യമായിട്ട് അവരുമായിട്ട് ഡീല് സംസാരിക്കാൻ ഏറ്റവും മിടുക്കൻ അമിത്ഷായാണ്. ആരൊക്കെ മന്ത്രിമാരാകണം, ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണം, എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം, വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു ഡീലുണ്ടാക്കി അവിടെ ഭരണം അട്ടിമറിക്കാൻ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് BJPക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. BJP വർഷങ്ങളായിട്ട് പഞ്ചാബിൽ പ്രവർത്തിക്കുന്നുണ്ട്. പണ്ട് ശിരോമണി അകാലിദളിനോടൊപ്പം ഭരണം പങ്കിട്ടിരുന്നു BJP. അതുകൊണ്ട് തന്നെ BJPക്ക് അവിടെ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഒന്നും BJPക്ക് അത്ര കുറവൊന്നുമല്ല. പക്ഷേ BJP വേണ്ട വിധത്തിൽ വളർന്നിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതിനൊരു പരിഹാരം കൂടിയാകും ഈ രാഘവ് ചദ്ദയുടെ വരവും. ഇതുപോലൊരു ഭരണ അട്ടിമറി പഞ്ചാബിൽ ഉണ്ടായാൽ പിന്നെ BJPക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ക്യാപ്റ്റൻ അമരേന്ദ്രനെ പോലെയുള്ള ആൾക്കാർ ഒന്നും കാണാതെ BJPയിലേക്ക് എടുത്ത് ചാടില്ല. ഇപ്പോൾ ഇതാ സിദ്ധുവിൻ്റെ ഭാര്യ ഇന്ന് BJPയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരുടെ മുന്നിൽ മറ്റു പോംവഴികളില്ല. കാരണം അവിടെ കോൺഗ്രസ്സിന് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞില്ല. അതാണ് അവിടുത്തെ പ്രധാന വിഷയം. ഇപ്പോൾ പണ്ഡിറ്റ് ഭഗവന്ത് മാനാണ് പഞ്ചാബ് ഭരിക്കുന്നത്, ആം ആദ്മി പാർട്ടിയുടെ. അദ്ദേഹത്തിന് വേണ്ടത്ര അനുഭവ സമ്പത്തോ ഭരണ പരിചയമോ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയല്ലേ ഈ അട്ടിമറി. അവിടെ ആം ആദ്മി പാർട്ടിക്ക് ആം ആദ്മി പാർട്ടി പിളർന്നു എന്ന് തന്നെ പറയാം. പിളർപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. 60 പേർ അവരെ വിട്ടു പോകാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിളർപ്പ് ആസന്നമായിരിക്കുന്നു. സമീപ മണിക്കൂറുകളിൽ തന്നെ അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. പിന്നെ രാഷ്ട്രീയമാണ്, നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇത് മാറി മറിഞ്ഞു വരാം. ഈ പിളർപ്പ് ഒഴിവാക്കി ഇവരെ ഒരുമിപ്പിച്ച് നിർത്താൻ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. അത് സംഭവിക്കുമോ ഇല്ലയോ? കാരണം ഇപ്പുറത്ത് അരവിന്ദ് കെജ്രിവാളും അപ്പുറത്ത് അമിത്ഷായുമാണ്. അമിത്ഷായോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത് അരവിന്ദ് കെജ്രിവാളിനുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നമുക്കതൊക്കെ കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യം വെച്ച്, ലഭ്യമായ വിവരങ്ങൾ വെച്ച് പഞ്ചാബിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഓപ്പറേഷൻ ലോട്ടസ് വിജയിച്ചാൽ പഞ്ചാബ് നിയമസഭയിൽ താമര വിരിയും. ഭരണം BJP നേതൃത്വത്തിലാകും. ഇന്നത്തെ നിലയ്ക്ക് ശിരോമണി അകാലിദളും BSPയും അതുപോലെ സ്വതന്ത്രനുമൊക്കെ BJPക്ക് ഒപ്പം നിൽക്കാനാണ് സാധ്യത. ഒരു പരിധിവരെ 16 MLAമാരുള്ള കോൺഗ്രസ് പോലും മനസ്സാ ആഗ്രഹിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയും അവിടെ ഒരു മുഖ്യ പ്രതിപക്ഷത്തേക്ക് തങ്ങൾ തിരിച്ചു വരുന്ന ഒരു കണക്കുകൂട്ടലുമായിരിക്കും കോൺഗ്രസ്സിന് പോലും അവിടെയുള്ളത്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഒരു പക്ഷേ നമ്മുടെ ഈ ചർച്ച പുറത്തു വരുമ്പോഴേക്കും പഞ്ചാബിൽ ഒരു ഭരണ അട്ടിമറി സംഭവിച്ചിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.